മോട്ടു, ജോൺ ബാങ്ക് കൊള്ളയടിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവന്റെ പിന്നാലെ പോകണം. മോഷ്ടിച്ച കാശ് തിരിച്ചെടുക്കണം. ഓക്കെ സർ. എന്തായി കാണിക്കുന്ന മോട്ടു? എന്റെ അമ്മോ, എന്തിനാ ഇവിടെ കിടന്ന് നീ വട്ടം കറങ്ങുന്ന? നിങ്ങൾ ആദ്യം ഇത് പറ, ഞാൻ എങ്ങോട്ടാ ഓടേണ്ടതെന്ന്. ജോൺ എങ്ങോട്ടാണ് പോയത്? അവൻ ആ കാട് വഴി രക്ഷപ്പെട്ട് കളഞ്ഞു. ഓക്കെ സർ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇപ്പൊ ഞാൻ പണക്കാരനായി, എന്നെ തടയാൻ ആരുണ്ട്? ബോസ്, കവിത നന്നായിട്ടുണ്ട്. പക്ഷേ എന്നെ തടയാൻ ആരാന്ന് ചോദിക്കുമ്പോഴൊക്കെ മോട്ടും പത്തിനും വരുന്നുണ്ടല്ലോ. ബോസിനെ തടയാനായിട്ട് അതെന്താ അങ്ങനെ? ആ ജഗത്താന്റെ പേര് എന്നോട് മിണ്ടി പോവരുത്. ഒരു ചൊല്ലോട്ട്, ജഗത്താന്റെ പേര് പറഞ്ഞാലുണ്ടല്ലോ ജഗത്താൻ അപ്പ തന്നെ എത്തുവന്ന്. ജോൺ, മര്യാദയ്ക്ക് പൈസയൊക്കെ എന്റെ കയ്യിൽ തരൂ, അല്ലെങ്കിൽ ഞാൻ വെട്ടി വെട്ടി കഷ്ണമാക്കി നിന്നെ സാമ്പാർ വെക്കും. നിന്റെ കയ്യിൽ ഞാൻ ഒരിക്കലും പൈസ തരില്ല. എന്ത് വന്നാലും തരില്ല. നീ ഒറ്റക്കേ ഉള്ളൂ, ഞങ്ങളാണെങ്കിൽ 3 പേരുണ്ട്. അപ്പൊ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ നിങ്ങളുടെ 3 പേരുടെയും പരിപ്പെടുക്കാം. ഈ ബോട്ടൂന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ എന്റെ ദൈവമേ. ബോസ്, മോട്ടൂരിന് സമോസ തിന്നാലേ ശക്തി വരുള്ളൂ. എല്ലാ സമോസ ഉണ്ടാക്കുന്നവരെയും കിഡ്നാപ്പ് ചെയ്തോളൂ. പിന്നെ അവൻ എങ്ങനെ നമ്മളോട് ഫൈറ്റ് ചെയ്യും? ഇനി വേലാലിക്കരത്തെ വട്ടത്തിനെ പറയരുത്. എന്റെ കയ്യിൽ നല്ല അടിപൊളി ഐഡിയ ഉണ്ട്. ആ മോട്ടൂര് സമോസ കഴിക്കുമ്പോഴാണ് ശക്തി വരുന്നത്. അതുകൊണ്ട് എല്ലാ സമോസ കടക്കാരെയും കിഡ്നാപ്പ് ചെയ്തേക്ക്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അവസാനം കയ്യിൽ എത്തിപ്പെട്ടല്ലോ. എന്താ കാണിക്കുന്നേ? എവിടെ കൊണ്ടുപോവാ? അയ്യോ, ഇപ്പോഴാണ് ഞാൻ ചിങ്കം സാറിന് ബാങ്കിൽ നിന്ന് മോഷണം പോയ പൈസയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വരുന്നത്. അല്ല, ചായക്കട ചേട്ടൻ എവിടെ? ഹലോ, എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ? ചിങ്കം സാറാണ് വിളിച്ചത്. നാട്ടിലെ സമൂസ ഉണ്ടാക്കുന്നവരെല്ലാം കാണാതായിരിക്കുന്നു. ജോണാണ് എല്ലാവരെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ചായക്കട ചേട്ടനെ രക്ഷിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്നത് പുള്ളിയും കിഡ്നാപ്പ് ചെയ്തു. നോക്ക്, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. ബോട്ടൂരെ കാണാൻ വന്നവർ അതിലും മോശമാണ്. എന്റെ കൂട്ടുകാരനെ നിങ്ങൾ വിട്ടില്ലെങ്കിൽ ഡോക്ടർ ജഡ്ക നിങ്ങളെ വെറുതെ വിടില്ല. എടാ സുമോ, ഡോക്ടർ ജഡ്കയെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഗസീട്ടാറാമിന് ദേഷ്യം വന്ന നിന്നെ തീർത്ത് കളയും. പൊളിച്ചടത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ എനിക്ക് ഇന്ന് വരെ ദേഷ്യം വന്നിട്ടേ ഇല്ല. അവൻ പറയുന്നത് കേക്കണ്ട. മോട്ടറിൽ ഇപ്പൊ വെറുതെ വിട്ടില്ലെങ്കിൽ പത്തിലൂണ് ഒരുപാട് ദേഷ്യം വരും കേട്ടോ. പൊളിച്ചടത്തല്ല, പൊളിച്ചടത്തല്ല.
മോട്ടു നമ്മൾ ഇതുപോലെ എത്ര നേരം ഇടിമേടിച്ചോണ്ടിരിക്കും? വാ, നമുക്കെല്ലാം പോയി ഒരുമിച്ച് ചേർന്ന് അവനെ അടിക്കാം. വരൂ, ഒരുമയാണ് നമ്മുടെയൊക്കെ ബലം. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ! ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ അടുത്തേക്ക് പോകാം. ചിങ്കം സാറേ, എന്റെ അമ്മോ, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. യുവമാരെന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തിനാ എങ്ങനെ ഉപദ്രവിക്കുന്നത്? ഏതായാലും നന്നായി നിങ്ങളെല്ലാരും ഇപ്പൊ ഒരുമിച്ച് വന്നത്. ആ ജോൺ എല്ലാ സമോസക്കാരെയും എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വരൂ, നമുക്ക് പോകാം. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ഇംപോസിബിൾ. അകത്തേക്ക് വന്ന നിങ്ങൾ ഇനി പുറത്തേക്ക് എങ്ങനെ പോകും? എന്റെ സുമ കുസ്തിക്കാരന്റെ അടുത്തത് ഇടിമേടിച്ച് കൂട്ടിക്കോ. ഏയ്, താഴേക്ക് നോക്ക്, താഴേക്ക് നോക്ക്. ആരെങ്കിലും എന്റെ കൂടി ഒന്ന് അടിക്ക. എല്ലാവരും ശാന്തരാകൂ. മിണ്ടായിരിക്കണേ. Hands up! Hands up! ഞാൻ പറഞ്ഞില്ലേ, hands up! Hands up. എന്താ പറ്റിയേ? Hands up!
ഞാൻ പറഞ്ഞില്ലേ ഹംസം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എടാ മോട്ടു, സമോസ. മോട്ടോനെ സമോസ കഴിക്കാൻ സമ്മതിക്കരുത്. നല്ല മണം. സമൂസേ 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 സമൂസേ. ഇനി വന്നോളൂ ഗുസ്തിക്കാരാ. ഇപ്പൊ കാണാലോ നീ എത്ര വലിയ ഗുസ്തിക്കാരനാണെന്ന്. പിടിച്ചോ. നിന്റെ കൂടെ പറന്ന് പറന്ന് നമ്മളിത് എവിടെ എത്തിരിക്കുന്നത്? ഇമ്പോസിബിൾ. ഇത് ഇങ്ങനൊന്നും സംഭവിക്കൂല. ഇത് ജപ്പാനാണ്. ഇന്ത്യയെ നേടി വാങ്ങിച്ചിട്ട് ജപ്പാനിലേക്ക് വന്ന് വീണിരിക്കുന്നു. ഇല്ല.